ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ആ ശരിക്കിരുത്ത് ചങ്കിച്ചെല്ലട്ടെ. അളിയാ നേരത്തെ തോളത്തെ ബേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. ബട്ട് എനിക്കെല്ലാമായി തൃപ്തിയായി. ബേടി ഓടാ. ഒരു വെറൈറ്റിക്ക് വേണ്ടി ലോകേഷ് സിനിമ ലുലുവിലെ PVR തന്നെ പോയി കാണാമെന്ന് വെച്ചു. സിനിമ പോയി കണ്ടു, രാവിലെ തന്നെ പോയി കണ്ടു. ഒരു രജനീകാന്ത് പടം എന്ന് പറയുമ്പോൾ രാവിലെ എല്ലാവരും കൂടെ പോയി ഇരുന്ന് കാണുന്നതാണല്ലോ അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ഒരു സിനിമയും കണ്ടത്. കണ്ടു കഴിഞ്ഞ് സിനിമ മൊത്തം കണ്ടു തീർത്തു. ഞാൻ പ്രത്യേകം പറയുന്നത് സിനിമ മൊത്തം കണ്ടു തീർത്തു. കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വലിയ ഹൈപ്പൊന്നും തോന്നിയില്ല. ഒരു സാധാരണ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് സാധാരണ സിനിമയിൽ കാണുന്നത് ആ ഒരു സംഭവങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ കൂലി മാത്രം ഒരു പ്രത്യേകത ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല. കാര്യം ഈ കഥകളെല്ലാം നമ്മൾ പല സിനിമകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം തന്നെ രജനീകാന്തിൻ്റെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വിജയുടെ സിനിമയിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അത് ലോകേഷ് വേർഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലോകേഷ് അല്ലാതെ വേറെ ആരെങ്കിലുമാണ് ചെയ്തതെങ്കിൽ ഒരുപക്ഷെ സിനിമ മൊത്തം പോലും കാണാൻ ആൾക്കാർ നിൽക്കത്തില്ല. ഒരു ഹാർബറിൽ നടക്കുന്ന, നമുക്ക് ട്രെയിലർ കാണിക്കുന്നത് തന്നെ ഒരു ഹാർബറിൽ നടക്കുന്ന സംഭവം അത് കൊണ്ടുപോയി അങ്ങ് പോവുകയാണ്, കണക്ട് ചെയ്ത് അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ റോളക്സിൻ്റെ രീതിയിലാണ് നമ്മൾ അമീർ ഖാനെ അവതരിപ്പിക്കാൻ നോക്കിയത്. അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ അറിയുക. അതായത് നമ്മളിപ്പം അഡിഡാസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കണ്ടു, അതിനകത്ത് അബിഡാസ് ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കും അമീർ ഖാനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ദേവ എന്ന് പറഞ്ഞ കഥാപാത്രം തൻ്റെ സുഹൃത്ത് മരണപ്പെടുന്നു, അതിനെ റിവെഞ്ച് ചെയ്യാൻ വരുന്നു. അതാണ് കഥ. ഈ കഥ നമ്മൾ പല ഭാഷകളിൽ പല സിനിമകളിൽ കണ്ടതാണ്. അതായത് കണ്ടു മറന്ന കഥ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. അതിൻ്റെ ഒരു ലോകേഷ് വേർഷനാണ് കൂലി എന്ന് പറയുന്നത്. ഇനി കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ദ മാൻ ഹിംസെൽഫ് രജനീകാന്ത്, അദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഓറയുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയിൽ ആ ഗംഭീരമായ ആ ഒരു ഓറയൊന്നും കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കും, എന്നിരുന്നാലും ആ രീതിയിലുള്ള ഓറയൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് നികത്താനായിട്ടാണ് നമ്മുടെ അനിരുദ്ധിനെ കൊണ്ടുവന്നത്. അനിരുദ്ധ് ആണെങ്കിൽ ഒരു BGM എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അതായത് ബ്രേക്കിംഗ് ബാഡിൻ്റെ ഒരു വേർഷൻ തുടക്കം തൊട്ട് അവസാനം വരെ കാണിക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒരു ഇമ്പാക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നാഗാർജുന എടുക്കുകയാണെങ്കിൽ സൈമൺ എന്ന് പറഞ്ഞ കഥാപാത്രം നാഗാർജുന ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കോസ്റ്റ്യൂം എന്നതിലുപരിയായിട്ട് വേറൊന്നും കണ്ടില്ല. അതായത് കുറച്ചുകൂടെ നാഗാർജുനെ യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു, ഒരു ബ്രൂട്ടാലിറ്റി വരുന്ന രീതിയിൽ ചെയ്യാമായിരുന്നു. സൗബിനിലേക്ക് വരികയാണെങ്കിൽ ഓൾറെഡി ലോകേഷ് പറയുകയുണ്ട് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കൈയ്യടി നേടുന്ന കഥാപാത്രം എന്ന് പറയുന്നത് സൗബിനായിരിക്കും എന്നുള്ളത്. അത് 100% കറക്റ്റാണ്. സൗബിൻ്റെ ആ ഒരു പെർഫോമൻസ് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഈ രജനീകാന്ത് വിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ സീനിൽ വരെ സൗബിൻ ഡോമിനേറ്റ് ചെയ്യുന്ന സീൻ ഉണ്ടായിരുന്നു, അത് ഗംഭീരമായിരുന്നു. പിന്നെ ശ്രുതി ഹാസനിലേക്ക് വരികയാണെങ്കിൽ ശ്രുതി ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് ഏറ്റവും ഗംഭീരമായ സിനിമ എന്ന് പറയുന്നത് കൂലി തന്നെയാണ്. ശ്രുതിയുടെ പെർഫോമൻസ്, ഇമോഷൻ സീൻസൊക്കെ ഗംഭീരമായിരുന്നു. സത്യരാജന് വലിയ സ്ക്രീൻ ബേസ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ആ ഉള്ള കഥാപാത്രം അദ്ദേഹവും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കന്നഡയിൽ നിന്ന് ഉപേന്ദ്രയെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം തമിഴ് പറയാതിരിക്കുന്നതായിരുന്നു നല്ലത്. എനിക്ക് തോന്നുന്നു നെൽസൺ ശിവരാജ് കുമാറിനെ കൊണ്ടുവന്നപ്പം ലോകേഷ് ഇത് കണ്ടിട്ട് നമ്മുടെ ഉപേന്ദ്രയെ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി കഥാപാത്രങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ നമ്മുടെ സ്വന്തം അമീർ ഖാൻ, ബോളിവുഡിൽ നിന്ന് അമീർ ഖാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകേഷ് താങ്കൾ തന്നെ അതിന് മറുപടി പറഞ്ഞാൽ മതി. അദ്ദേഹം ബോംബെയിൽ നിന്ന് ഇവിടെ വന്ന് സിനിമ ഷൂട്ട് ചെയ്യാൻ വന്നത് ഒരു ബീഡി വലിക്കാനാണോ? എനിക്ക് അങ്ങനെയാണ് തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബീഡി വലിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ വലിയൊരു പ്രസൻറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. അതായത് ലോകേഷ് താങ്കൾ 2 കൊല്ലം വീട്ടുകാരൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു, പക്ഷേ ഇടയ്ക്ക് വീട്ടിലൊക്കെ ഒന്ന് പോയി കാണാമായിരുന്നു കേട്ടോ. വീട്ടിലൊന്ന് പോയി കാണുന്നത് ചിലപ്പം കുറച്ചുകൂടെ ബോധം വന്നിട്ട് ഈ കഥാപാത്രമൊക്കെ ഒന്ന് റീകറക്റ്റ് ചെയ്യാൻ തോന്നും. ഒറ്റ വാക്കിൽ കൂലി എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ശരാശരി സിനിമ. അതുപോലെ ലോകേഷിൻ്റെ ഒരു പറഞ്ഞ പോലെ അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളിൽ വലിയൊരു ഹൈ വോൾട്ടേജ് സംഭവങ്ങളൊന്നും സിനിമയെ കാണാൻ സാധിച്ചിട്ടില്ല, ഉറപ്പാണ്. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിന് പകരം കൂലി എന്ന് പറഞ്ഞ സിനിമ ഒരു BD യൂണിവേഴ്സാണ്, പക്കാ BD യൂണിവേഴ്സാണ്. കണ്ടവർക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു സിനിമയിൽ നമ്മൾ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോൾ എന്താ പറയുക, ദോഷവശങ്ങൾ മാത്രം പറഞ്ഞാൽ പോലല്ലോ, ഗുണവും പറയണമല്ലോ. ഈ ഒരു സിനിമയുടെ കീ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ AI ചെയ്ത സീൻ, അതായത് രജനീകാന്തിൻ്റെ ഓൾഡ് വേർഷൻ കാണിക്കുന്ന സീൻ, പഴയ വേർഷൻ കാണിക്കുന്ന സീൻ ഗംഭീരമാക്കിയിട്ടുണ്ടായിരുന്നു, മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു രജനീകാന്തിൻ്റെ ഓറ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. അപ്പം കൂലി എന്ന് പറഞ്ഞ സിനിമ കാണേണ്ടവർ പോയി കാണുക. അതിപ്പോൾ ഇന്ന് കണ്ടില്ലെങ്കിലും നാളെയോ മറ്റന്നാളോ ഒക്കെ പോയി കണ്ടാലും മതി. അത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് കൂലി തോന്നിയത്? ഇതൊരു BD യൂണിവേഴ്സ്